അപ്പോൾ ഇന്നെന്താ പരിപാടി എന്നല്ലേ എന്നുള്ള പോലെ തന്നെ കേട്ടോ, പ്രത്യേകിച്ച് നമുക്ക് ഡ്യൂട്ടികളൊന്നുമില്ല. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫുഡ് ഉണ്ടാക്കണില്ല. ഞാൻ എന്താ രാവിലെ ഉണ്ടാക്കണം അത് വീഡിയോ എടുത്ത് ഇടുന്നത് മാത്രം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാം, എന്നിട്ട് അതൊന്ന് തിളച്ച് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കണം. അപ്പോൾ അത് വേകുമ്പോഴത്തേന് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കട്ടോ. അപ്പോൾ ഇത് തിളക്കുമ്പോഴത്തേന് നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ ചായനോട് ഒന്നും കൂടി ഒരു ഇഷ്ടം കൂടിക്കണം പനി വന്നപ്പോൾ. അല്ലെങ്കിൽ എനിക്കിഷ്ടമാണ് ചായ, എന്നാലും ഇപ്പോൾ രാവിലെ നീച്ചതും എന്താ പറയുക, നമ്മൾ അടുക്കളയ്ക്ക് എത്തിയത് ഒരു ഗ്ലാസ് ചായ വേണം. ആദ്യമൊക്കെ അങ്ങനെയല്ല, കുറച്ച് കറികളൊക്കെ വെച്ച് എന്നിട്ടാണ് ചായ കുടിക്കുള്ളൂ. എന്നാലും ഒരു 8:30-ൻ്റെ ഉള്ളിൽ എനിക്കൊരു ഗ്ലാസ് ചായ കിട്ടണം കേട്ടോ, നിർബന്ധമാണ്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ രാവിലെ ഒരു 6 മണി ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5:30 6 മണിക്ക് ആ ഒരു ടൈപ്പ് പനിയായപ്പോൾ ഞാൻ കുറച്ച് വൈകിട്ട് അടുക്കളയ്ക്ക് എത്തുള്ളൂ. അപ്പോൾ 6 മണിയൊക്കെ ആവുള്ളൂ. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ട് ഒരു ഗ്ലാസ് ചായ ആയിട്ട് സിറ്റ് ഔട്ടിൽ തന്നെ പോയിരുന്നു കുടിക്കണം കേട്ടോ. എന്നിട്ട് ഇവരൊക്കെ ചീത്ത പറയും, എന്താ വെച്ചാൽ നമ്മളെ ചുറ്റും കുറേ പാമ്പിനൊക്കെ കണ്ടിക്കണം. നമ്മളവിടെ അല്ല, നമ്മളെ അയൽവാസിൻ്റെ മുറ്റത്തു നിന്നൊക്കെ പാമ്പിനെ കണ്ടിക്കണം. അപ്പോൾ ഇവർ ചീത്ത പറയാൻ നേരത്ത് പുറത്തേക്ക് ഇറങ്ങണ്ട അതൊക്കെ. എന്നാലും എന്താണെന്നറിയില്ല, എനിക്ക് ആ ചായ കയ്യിലെടുത്താൽ എനിക്ക് ആ സിറ്റ് ഔട്ട് പോയി ആ ചെടിൻ്റെ ഇടയിൽ ഇരുന്ന് കുടിച്ചുമ്പോൾ എനിക്കൊരു ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ ഞാനിതാ മീൻകറിയാണ് വെക്കുന്നത്. അപ്പോൾ മീൻകറി ഇതിന് മുമ്പ് നിങ്ങൾ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മളിപ്പോൾ എന്താ ഉണ്ടാക്കുക, രാവിലെ നമ്മൾ 4 ദിവസം മുമ്പ് ഉണ്ടാക്കിയത് ഇന്ന് ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുറേ വീഡിയോയിൽ കണ്ടതാണ്. എന്നാലും ഞാൻ പറയാം, നമുക്ക് ആവശ്യമുള്ള മീൻ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക, ആവശ്യത്തിന് പുളി ഒഴിച്ച് കൊടുത്തിട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് തേങ്ങ അരച്ച് വെച്ച് വേവിച്ചെടുക്കുക. അതന്നെ കേട്ടോ. അപ്പോൾ തേങ്ങയിൽ കുറച്ച് തോനെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം അരച്ച് എല്ലാ മസാലയും കൂട്ടിയതിന് ശേഷം ഞാൻ അടുപ്പ് എത്തിച്ചിട്ട് വെന്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ട് വറവിടാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം 2 വെളുത്തുള്ളി ഒന്ന് ചെറുതായി ചതച്ചിട്ട് കൊടുക്കുക, ലേശം മുളക് പൊടി ഇട്ട് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയൊക്കെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേ ചട്ടിയിൽ കുറച്ച് മീനും വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സിറ്റ് ഔട്ടിൽ പോയിരിക്കണം എനിക്ക് അത്ര ഇഷ്ടമാണ് ഞാൻ ചായ ഇട്ട്. അത് ഞാൻ ഇനിയിപ്പോൾ രാവിലെ നമ്മൾ അടുക്കളയ്ക്ക് എത്തിയതും ചായ വെച്ച് കുടിച്ചില്ലെങ്കിലും ഞാൻ കുറച്ച് കറികളൊക്കെ വെച്ചിട്ട് ഞാനൊരു 5 മിനിറ്റ് എങ്ങനെയെങ്കിലും ഇരിക്കാൻ ശ്രമിക്കും. എന്താ വെച്ചാൽ എനിക്കിഷ്ടമാണ് രാവിലത്തെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ നേരത്തെ ഒന്നും കൂടി എനിക്കിഷ്ടം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വെളിച്ചം വെച്ച് വരുന്ന സമയം, പിന്നെ നല്ല മഞ്ഞുണ്ടാവും നമ്മളവിടെ, പിന്നെ നമ്മളെ ചെടികളൊക്കെ രാവിലെ നല്ല ഉഷാറായിക്കാരട്ടോ. എല്ലാം നല്ല രാവിലെ ചെടികൾ നല്ലൊരു ഉഷാറായിട്ട് കണ്ടെങ്കിൽ നമ്മൾ രാവിലെ നോക്കണം. അപ്പോൾ ആ രാവിലെ ആ ചെടീൻ്റെ ഇടയിലൊക്കെ ഇരുന്നൊരു ചായ കുടിക്കുമ്പോൾ ഒരു 5 മിനിറ്റായിട്ട് നമ്മളെ മനസ്സൊന്ന് ഫ്രീ ആവുകയാണ്. അപ്പോൾ നമ്മളെ മനസ്സൊന്ന് ഫ്രീ ആവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് പിന്നെ വന്നത്, നമുക്ക് കുറച്ച് എനർജി ഉണ്ടാവും ആ കറികളും ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു 5 മിനിറ്റ് എങ്ങനെയെങ്കിലും ഞാൻ സമയം കണ്ടെത്തും. നമ്മൾ കുറച്ച് നേരത്തെ നീച്ച് അടുക്കളയ്ക്ക് എത്തണം എന്നുള്ളൂ. എന്നാൽ നമ്മളെ കറി വെക്കലും ചോറ് വെക്കലും ചായക്കടി ഉണ്ടാക്കലും നമുക്കൊരു 5 മിനിറ്റ് ഇരിക്കാനുള്ള ടൈമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ തന്നെ ശ്രമിക്കണം കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത്തിരി നേരത്തെ നീക്കാനൊന്നും എനിക്കൊരു മടിയില്ല. ഇപ്പോൾ പിന്നെ എണീക്കാനൊക്കെ എണീക്കും. ഇപ്പോൾ ഈ പനി വന്ന് മാറിയതിൻ്റെ ഒരു ക്ഷീണം മാറിയില്ല. അപ്പോൾ അടുക്കളയ്ക്ക് എത്താൻ കുറച്ചൊന്ന് വഴുകും. അടുക്കളയ്ക്ക് എത്തിയാൽ പിന്നെ നമുക്ക് ഈ നിന്ന് തിരിയലല്ലേ, അപ്പോൾ കുറച്ചൊന്ന് നേരം വഴുകും. എന്നാലും ഒരു പോകുമ്പോഴത്തേനൊക്കെ റെഡി ആവട്ടെ. അപ്പോൾ നമുക്ക് മീനും പൊരിച്ചെടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെന്താ, നമുക്ക് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണം. അങ്ങനെ പിന്നെ ഓലൊക്കെ പറഞ്ഞയച്ചിട്ട് നമുക്ക് അടിക്കലും തുടക്കലും കഴുകലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചെടീൻ്റെ പണിയുണ്ട് കേട്ടോ. ചെടീൻ്റെ പണി വെച്ചാൽ ഇപ്പോൾ ചെടി അറിയുമ്പോൾ എനിക്കിഷ്ടം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തോനെ ചെടി ഉണ്ടെന്ന്. തോനൊന്നുമില്ല, കുറച്ച് സിറ്റ് ഔട്ടിലും കുറച്ച് അടുക്കളയിൽ മാത്രമേ ഉള്ളൂ. ആ ഉള്ളത് പോവാണ്ട് നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതാ ചമ്മന്തി ഉണ്ടാക്കാം. ഞാൻ മുരിങ്ങൻ്റെ ഇല ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുറേ ആൾക്കാർക്ക് അറിയണവരും ഉണ്ടാവും, അറിയാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ പിന്നെ കറി വെക്കണ പരിപ്പന്നെ, അത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ആ പരിപ്പ് ഒരു 2 സ്പൂണും 2 സ്പൂണും ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില എത്രയേ ഉള്ളത്, കുറച്ച് തോനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിതാ കുറച്ചിട്ട് കൊടുത്തോളൂ. എന്താ വെച്ചാൽ പിന്നെ ഇനി പറമ്പ് പോയി പറിച്ചിട്ടൊക്കെ വരണം. അപ്പോൾ ഞാൻ ഉള്ളത് ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു പിടി തേങ്ങ കേട്ടോ അതും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഒന്ന് നമുക്കത് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ, ചൂടാറട്ടെ. അപ്പോഴത്തേനും നമുക്ക് എന്താ പറയുക, അത് ചൂടാറുമ്പോഴത്തേനും നമുക്ക് മുരിങ്ങൻ്റെ ലേശം ഒന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് ലേശം ചൂടാറട്ടെ. അപ്പോൾ മുരിങ്ങൻ്റെ ഇല ഒന്ന് വേവിച്ചെടുത്താൽ നല്ലതാണ് കേട്ടോ. ആ പച്ചമണം അതൊക്കെ ഒന്ന് പോവുകയും ചെയ്തോളും. നമുക്ക് മുരിങ്ങൻ്റെ ഇലയാണെന്ന് അറിയുന്നില്ല. പിന്നെ കുട്ടികൾക്ക് പൊതുവേ കറി വെച്ചാൽ തോരൻ ഉണ്ടാക്കിയാലൊന്നും ഇവിടെ എൻ്റെ ചെറിയതിനൊന്നും പറ്റൂല കേട്ടോ. എന്താ വെച്ചാൽ അതിനൊരു ചെറിയൊരു കയ്പ്പുണ്ടാവില്ല. അപ്പോൾ ഓൾക്ക് അതൊന്നും വലിയൊരു താല്പര്യമില്ല. എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഓൾക്ക് വലിയ ഇഷ്ടമല്ല. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം, എന്നാൽ അതൊന്ന് വെന്തും ചെയ്തോളൂ. പിന്നെ കുരു ഉള്ള പുളിയാണ്, അപ്പോൾ അത് മിക്സി ജാറിലിട്ടാൽ അത് പിന്നെ ചമ്മന്തിക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പം ഞാനിതാ മുരിങ്ങൻ്റെ ഇലേന് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച്, ചിലവർ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചമ്മന്തി അരക്കൂട്ടോ. പക്ഷേ എനിക്ക് അതിനെക്കാട്ടും കുറച്ചും കൂടി രുചി തോന്നിക്കുന്നത് ഈ പുളി ഒഴിച്ചിട്ടാണ്. അപ്പോൾ ലേശം പുളി ഒഴിച്ച് കൊടുത്തിട്ട്
ഈ വെന്തത് നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അരച്ച് വരാം, ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി, നല്ല രുചിയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചെടിയൊക്കെ പറിച്ച് കൊണ്ടുവന്ന് കഴുകി പറക്കി അതൊന്ന് അടുക്കളയിൽ വെക്കാനാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പരിപാടി ഇങ്ങനെയൊക്കെയാണ്. ഇനിയുണ്ട് കേട്ടോ കുറേ പരിപാടി. നമുക്ക് വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, എന്നാലും കാര്യമായിട്ടുള്ള പണിയൊക്കെ രാവിലെ കഴിയും. തള്ളായിരുന്നല്ലോ ഓർമ്മ കൈയൊക്കെ മാറ്റി മത്തരാ ഒക്കെ ഇത് ബുദ്ധിയല്ലേ. ഇത് ബുദ്ധിയില്ല, ഇത് ഞാൻ പൊട്ടിപ്പോ അത് ശരിയാണ്. പോകണ്ട സിനിമ അതൊന്ന് വെക്കട്ടെ. സ്കൂളിൽ നിങ്ങൾക്ക് തലവേദനയാണ്, ശരിക്കും ഒരു ഉണ്ടാവില്ല. കള്ളപ്പനി വീഡിയോ ആദ്യം ഞാൻ ലിസ്റ്റിലായിട്ടോ. ഒഴിവുള്ള സമയങ്ങളൊന്ന് ബുക്ക് എടുത്തൊന്ന് പഠിച്ചാൽ നോക്കാം. പരീക്ഷയാണല്ലോ വരുന്നത്. രസം നോക്കുണ്ണിയാ, വിജാതി ഉണ്ടോ അങ്ങനെ വെച്ചിട്ട് കുഴപ്പമില്ലല്ലോ. രസം വന്നാലും ഞാൻ വെക്കും. അതിനെ പണോ ആ ചട്ടിൻ്റെ ചെടി ചെയ്യുന്നത് വെക്കണ്ട വെച്ചിട്ട് പൊട്ടാട് 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 പൊട്ടാട്